Hi everybody, this is Dr. Anu here. So, in the topic, as one of you had asked me, it's about Shigella. Okay, alright, I'll share my screen. 1 second. Yeah, guys, you can see now. Just a moment, guys. 1 second. Yeah, 1 second. Okay, so you all can see, yeah. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന പോലെ ഷിജല്ലയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, മൈക്രോ ടോപ്പിക് ആണ്. ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആക്ച്വലി ഇറ്റ് ക്യാൻ കം ആസ് എ 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഇതിൽ കുറച്ച് കാണാപ്പാടം പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, മിസ് മാക്സിമം സിമ്പിൾ ആക്കി തരാം. ഓൾറൈറ്റ്, സോ വാട്ട് ഇസ് ഷിജല്ല? ഷിജല്ല എന്താണ് സംഭവം? അതൊരു വൈറസ് ആണോ, ബാക്ടീരിയ ആണോ, പാരസൈറ്റ് ആണോ, എന്താ സംഭവം? ദിസ് ഇസ് എ ബാക്ടീരിയ, റൈറ്റ്? ദിസ് ഇസ് എ ബാക്ടീരിയ. മിസ് പറയുന്ന കേൾക്കണം. ഞാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നോട്ട്സ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ just listen to me first. Okay, ഇരുന്ന് വായിക്കല്ലേ, അല്ലെങ്കിൽ it gets messed up. So just listen to me and then you can read the notes. Okay, so Shigella is what, guys? It is a bacteria. Okay, so bacteria തന്നെ നമുക്ക് ഗ്രാം പോസിറ്റീവ് ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഷിജല്ല എന്താണ്? ഇല്ല നമ്മൾ പറയുമ്പോൾ നെഗറ്റീവ് ആണ്, അത് ഓർത്തിരിക്കുക. അപ്പൊ ഇറ്റ് ഇസ് എ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഓക്കെ, സോ ബാക്ടീരിയയിൽ നമുക്ക് കോക്കായി ഉണ്ട്, റൗണ്ട് ആയിട്ടിരിക്കുന്ന അല്ലെ, പിന്നെ ഇങ്ങനെ നീളത്തിയിരിക്കുന്ന ബാസിലൈ ഉണ്ട്. ബാക്ടീരിയ പല തരത്തിലുള്ള ഷേപ്പ് ഉണ്ട് അല്ലെ, കോക്കായി ഉണ്ട്, ബാസിലൈ ഉണ്ട്, കോക്കോ ബാസിലൈ ഉണ്ട്. അപ്പൊ ഷിജല്ല ഏത് തരത്തിലുള്ള ബാക്ടീരിയ ആണ്? ഇറ്റ് ഇസ് എ ബാസിലൈ. ഇതേപോലെ ഇരിക്കും, റൈറ്റ്? നീളത്തില് ഇങ്ങനെ. ദിസ് ഇസ് എ ബാസിലൈ. ഇത്രയും മനസ്സിലായോ? ഓക്കെ, and it comes under this family Enterobacteriaceae. Enterobacteriaceae താഴെയുള്ള ഒരു ഓർഗാനിസം ആണ് എന്ത്? ഷിജല്ല. ഓക്കെ, നൗ ഈ ഷിജല്ല ഒരാളുടെ ബോഡിയിൽ ചെന്ന് ഇൻഫെക്ട് ചെയ്താൽ അയാളുടെ മെയിൻ സിംറ്റം എന്തായിരിക്കും? അയാൾക്ക് ഡയറിയ ഉണ്ടാവും. ഓക്കെ, ലൂസ് മോഷൻ ഉണ്ടാവും. ആൻഡ് ഇനീഷ്യലി ലൂസ് മോഷൻ ആയിരിക്കും, ബട്ട് ലേറ്റർ ഓൺ കോംപ്ലിക്കേഷൻ ആകുമ്പോഴത്തേക്കും ബ്ലഡി സ്റ്റൂൾസ് ആയിരിക്കും. ആ സ്റ്റൂളിനകത്ത്, ഫീസസിനകത്ത് എന്തുണ്ടാവും മക്കളെ? ബ്ലഡ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? ഇറ്റ്സ് കോൾഡ് ആസ് ഡിസെൻട്രി, വിച്ച് ഇസ് ബേസിക്കലി ബ്ലഡ് ആൻഡ് സ്റ്റൂൾസ്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്നൊക്കെ പാത്തോജനസിൽ പറഞ്ഞുതരാം മിസ്സേ. ഫൈൻ. ഷിജല്ലയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു പേര് കിട്ടിയത്? സി, ഷിജല്ല, ദിസ് ഓർഗാനിസം ഗോട്ട് ഇറ്റ്സ് നെയിം ഫ്രം ദി മൈക്രോബയോളജിസ്റ്റ് ഹു ഫൗണ്ട് ഇറ്റ് ഔട്ട് ഫസ്റ്റ്. ആദ്യമായിട്ട് ഈ ഓർഗാനിസം കണ്ടുപിടിച്ച ഒരു മൈക്രോബയോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് കിയോഷി ഷിഗ. എന്താ മക്കളെ? കിയോഷി ഷിഗ. ഓക്കെ, അപ്പം ദിസ് ഗൈ ഫൗണ്ട് ദിസ് ഓർഗാനിസം ഫസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓർഗാനിസത്തിനെ ഷിജല്ല എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇത്രയും മനസ്സിലായല്ലോ ബേസിക്സ്. ഓക്കെ, ചലോ ഇനി ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഇതാണ്. കുറച്ച് കാണാപ്പാടം പഠിക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം ഷിജല്ലയിൽ വി ക്യാൻ ക്ലാസിഫൈ ഷിജല്ല ഇൻടു മെനി ടൈപ്സ്. ഈ ഷിജല്ല ഓർഗാനിസം പല തരത്തിലുണ്ട്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഓ ആൻറ്റിജൻ. ഒരു ആൻറ്റിജൻ ഉണ്ട് അതിനകത്ത് കേട്ടോ, ഒരു ആൻറ്റിജൻ, പ്രോട്ടീൻ ഓ ആൻറ്റിജൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തരം, അതിൻ്റെ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ഷിജല്ല പല തരത്തിലുണ്ട്. ഓക്കെ, സോ that's the first one is called as Shigella dysentery. Okay, the next one is called as Shigella flexneri. Next is Shigella boydii and then Shigella soni. Okay, so ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് മക്കളെ, ഈ പേരുകളൊക്കെ 2-3 വട്ടം വായിക്കുമ്പം യു ഗൈസ് വിൽ റിമെമ്പർ. ഓക്കെ, അപ്പം ഷിജല്ല ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ ഈ വേൾഡിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഏത് ടൈപ്പ് ഓഫ് ഷിജല്ലയാണ്? അത് ഈ വില്ലൻ ആണ് കേട്ടോ, ഷിജല്ല ഡിസെൻട്രി ആണ്. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഇസ് ദ മോസ്റ്റ് കോമൺ ഇൻ ദ വേൾഡ് ആൻഡ് മോസ്റ്റ് വൈറലന്റ് ഓൾസോ. അപ്പം ഞാൻ ഈ 4 എണ്ണം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വൈറലന്റ് ആയിട്ടുള്ള ഷിജല്ല ഏതാണ്? ദാറ്റ് ഇസ് ഷിജല്ല ഡിസെൻട്രി. അപ്പൊ വൈറലൻസിന്റെ അർത്ഥം എന്താണ്? ഞാൻ what do I mean when I say it's very virulent? What I mean is that the capacity, ഈ ഒരു ഓർഗാനിസത്തിന്റെ കപ്പാസിറ്റി ടു കോസ് എ ഡിസീസ്, ഒരു അസുഖം ഉണ്ടാക്കാൻ ഇതിന് ഭയങ്കര കപ്പാസിറ്റിയാണ്. ഓക്കെ, ഇപ്പം മറ്റു ഓർഗാനിസംസ് കയറിയാൽ ഓക്കെ ഒബ്വിയസ്ലി അസുഖം ഉണ്ടാവും, പക്ഷേ ഡിസെൻട്രി ഉണ്ടെങ്കിൽ ഭയങ്കര വൈറലന്റ് ആണ്, ഭയങ്കര പോയിസണസ് ആണ് ആ സംഭവം. ഓക്കെ, അതാണ് എൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് വൈറലൻസ്. ഓക്കെ ഗൈസ്, ഓക്കെ, ഇന്ത്യയിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഷിജല്ല ഏതാടാ? ദാറ്റ് ഇസ് ഷിജല്ല ഫ്ലെക്സ്നേരി. ഷിജല്ല ഫ്ലെക്സ്നേരി. അപ്പം നമ്മുടെ നാട്ടിൽ കുറേ ഫ്ലെക്സ് വെക്കും അല്ലെ, ഏത് നമ്മൾ ഫ്ലെക്സ് വെക്കും. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക, ഇന്ത്യയിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഷിജല്ല ടൈപ്പ് ചെയ്ത മക്കളെ, ദാറ്റ്സ് ഷിജല്ല ഫ്ലെക്സ്നേരി. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ഷിജല്ല ബോയ്ഡി ആൻഡ് ദെൻ വി ഹാവ് ഷിജല്ല സോനി. സോനിനകത്ത് നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഇറ്റ് ഈസ് എ ലീസ്റ്റ് വൈറലന്റ് എന്ന് പറഞ്ഞാൽ ഇത് വലിയ പ്രശ്നക്കാരനല്ല. ഓക്കെ, നമ്മുടെ ഒരു പേഷ്യൻ്റെ ബോഡിയിൽ ഇത് ചെന്നാലും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ഏത്?
ഈ ഷിജല്ല സോണി. സോണി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എനിക്കൊന്ന് ഉറക്കമാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഓക്കെ, അത് അവിടെ ചെന്ന് ഉറങ്ങിയിരിക്കും. ഓക്കെ, no, it's actually virulent, but out of all the four, it's least virulent. S. Sony. Okay, next slide പോവാം. Now, see, നമ്മൾ ഏത് ഓർഗാനിസം എടുക്കുമ്പോഴും അതിന് ഈ ഷുഗേഴ്സിനെ ഫെർമെന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ, അപ്പം ഫെർമെന്റേഷൻ്റെ അർത്ഥം എന്താ മക്കളെ? ഇപ്പം ഞാൻ പലതരത്തിലുള്ള ഷുഗർ ഉണ്ട്, ലാക്ടോസ്, സുക്രോസ്, ഇതൊക്കെ ഫോംസ് ഓഫ് ഷുഗർ ആണ്. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു ഫോം ഓഫ് ഷുഗർ ഞാനൊരു കൾച്ചർ മീഡിയയിൽ എടുക്കുകയാണ്, ഞാനൊരു ഓർഗാനിസത്തിനെ അതിനകത്ത് ഇട്ടാൽ ഈ ഷുഗറിനെ ചില ഓർഗാനിസംസ് ബ്രേക്ക് ഡൗൺ ചെയ്യും. ചില ഓർഗാനിസംസ് എന്ത് പറ്റും, ഈ ഷുഗറിനെ സ്മോളർ ഷുഗേഴ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കളർ പ്രൊഡ്യൂസ് ചെയ്യും. പല ഓർഗാനിസംസും പല കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ഈ കളർ വന്നെങ്കിൽ ഈ ഓർഗാനിസം ആയിരിക്കും. അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഷിജല്ല നമ്മൾ ഷുഗർ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ലാക്ടോസിനെ ഷിജല്ല സ്പീഷീസിനെ ഫെർമെന്റ് ചെയ്യാൻ പറ്റൂല്ലോ എന്ന് എനിക്ക് നോക്കണം. ഞങ്ങൾ നോക്കിയപ്പം ഷിജല്ല സ്പീഷീസ് ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യില്ല. അപ്പം നിങ്ങൾക്ക് കളർ ചേഞ്ച് എന്തെങ്കിലും കൾച്ചർ മീഡിയയിൽ കിട്ടുമോ? ഒരു കൾച്ചർ മീഡിയയിൽ നിങ്ങൾ ലാക്ടോസ് ഇട്ടു, ഷിജല്ല സ്പീഷീസിനെ ഇട്ടു, ഷിജല്ല ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യോ? ഇല്ല. അപ്പോൾ കളർ ചേഞ്ച് എന്തെങ്കിലും വരുമോ? ഇല്ല. ഓക്കെ, സോ അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓൾ ആർ നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ്. ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യില്ല, എക്സെപ്റ്റ്, ഹിയർ ഇസ് എ ക്യാച്ച് ഗൈസ്, എക്സെപ്റ്റ് ഷിജല്ല സോണി. ഷിജല്ല സോണി ഒരു ലേറ്റ് ഫെർമെൻറ്റർ ആണ്. ഉടനെ ഫെർമെന്റ് ചെയ്യത്തില്ല ലാക്ടോസിനെ, കുറച്ച് കഴിഞ്ഞിട്ട് ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഓൾസോ ഇഫ് യു പുട്ട് ഇറ്റ് ഓൺ ദ മക്കോങ്കി agar, right? If you put it on the mcconkey agar, you get these pale colonies. One second, guys. So if you put Shigella on the mcconkey agar, നിങ്ങൾക്ക് പേൾ കോളനീസ് ആയിരിക്കും, വിച്ച് മീൻസ് ഓക്കെ, പേൾ കോളനീസ് എന്ന് വെച്ചാൽ ഈ മക്കോങ്കി അഗറിനെ അത് ഫെർമെന്റ് ചെയ്യൂല. ഓക്കെ, ഫൈൻ. നൗ മോർഫോളജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മീനിങ് ഈ ഓർഗാനിസം മോട്ടൈൽ ആണോ? മൂവ്മെന്റ് പറ്റുമോ? ഓക്കെ, ക്യാൻ ഇറ്റ് മൂവ്? നോ, ഇറ്റ് ഇസ് നോട്ട്. ഇറ്റ് ഇസ് നോൺ മോട്ടൈൽ. ഈ ഓർഗാനിസത്തിന് ചുറ്റിന് ക്യാപ്സ്യൂൾ ഉണ്ടോ? ഇല്ല, ഇറ്റ് ഇസ് നോൺ ക്യാപ്സുലേറ്റഡ്. ഈ ഓർഗാനിസത്തിന് സ്പോർ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. സോ എല്ലാം നോൺ ആണെന്ന് ഓർത്തിരിക്കാം. നോൺ മോട്ടൈൽ ആണ്, നോൺ ക്യാപ്സുലേറ്റഡ് ആണ്, നോൺ സ്പോറിംഗ് ആണ്. ഇത്ര ഓർത്തിരിക്കാമല്ലോ. Now here comes your microbiology part. See, ഈ ന്യൂട്രിയൻ നമ്മൾ ഓരോ അഗാറിനകത്ത്, ഓക്കെ, കൾച്ചർ മീഡിയനകത്ത് ഈ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്താൽ ഏത് കളറായിരിക്കും കിട്ടുക? ഓക്കെ, ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ മൈക്രോബയോളജി. ഏത് ടോപ്പിക് എടുത്താലും കൾച്ചർ മീഡിയയിൽ എന്ത് ചേഞ്ച് ആണ് ആ ഓർഗാനിസം ഉണ്ടാക്കുക, അത് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ഫസ്റ്റ് തിങ്, ന്യൂട്രിയൻ്റ് അഗാറിൽ നിങ്ങൾ ഈ ഓർഗാനിസത്തിനെ ഇട്ടാൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഇറ്റ്സ് ഗോണ ബി കളർലെസ്. ഓക്കെ, മിസ് പിക്ചർ ഉണ്ടോ നോക്കട്ടെടാ, ഒരു മിനിറ്റ്. പിക്ചർ എടാ, ന്യൂട്രിയൻ്റ് അഗാറിൻ്റെത് ഐ ഹാവ് നോട്ട് ടേക്കൺ ഇറ്റ്. ഓക്കെ, basically it's nothing. Okay, ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിനകത്ത്, ഇഫ് ദാറ്റ്സ് യുവർ ന്യൂട്രിയൻ്റ് അഗാർ, ഇഫ് യു പുട്ട് ഷിജല്ല, നിങ്ങൾക്ക് ഒരു കളർ ചേഞ്ചിങ് കാണാൻ കഴിയില്ല. ഇറ്റ്സ് ഗോണ ബി കളർലെസ്. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടാമത്തത്, നിങ്ങൾ ബ്ലഡ് അഗാർ എടുക്കുക. അതിനകത്ത് നിങ്ങൾ ഷിജല്ല സ്പീഷീസിനെ വളർത്താൻ നോക്കിയാൽ what can you get? You will get gamma hemolysis. Okay, ഹീമോലൈസിസിന്റെ അർത്ഥം എന്താ മക്കളെ? ഹീമോലൈസിസിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ RBCസിനെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ ഒരു ഓർഗാനിസം, ചിലപ്പോൾ ചില ബാക്ടീരിയാസിനൊക്കെ RBCനെ ബ്രേക്ക് ഡൗൺ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും there's gonna be some ഒരു കളർ വ്യത്യാസം നമുക്ക് ആ ഒരു അഗാറിനകത്ത് കാണാം. ബ്ലഡ് അഗാറിനകത്ത് ഫുൾ RBCs ഉണ്ടാവും, അതറിയാലോ നിങ്ങൾക്ക്. അപ്പം ചില ഓർഗാനിസംസ്, അപ്പം ആ ബ്ലഡ് അഗാറിനകത്ത് ഞാനൊരു ഓർഗാനിസം വളർത്തുകയെന്ന് വെച്ചു, ചില ഓർഗാനിസംസ് ഹീമോലൈസിസ് ഉണ്ടാക്കും. അതിൻ്റെ അർത്ഥം ഈ RBC, ഈ ബ്ലഡ് അഗാറിനകത്തുള്ള RBCനെ അത് ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ആ ഒരു കളർ ചേഞ്ച് കാണാൻ പറ്റും. പല തരത്തിലുള്ള ഹീമോലൈസിസ് ഉണ്ട്, ആൽഫ, ബീറ്റ, ഗാമ. അപ്പം ഈ ഷിജല്ല ബ്ലഡ് അഗാറിനകത്ത് നിങ്ങൾ വളർത്തിയാൽ what you're going to get is gamma hemolysis. Gamma hemolysis ന്റെ അർത്ഥം എന്താടാ? ബേസിക്കലി ഗാമ ഹീമോലൈസിസിന്റെ അർത്ഥം there is no hemolysis. എന്നുവെച്ചാൽ RBCനെ അത്ര ബ്രേക്ക് ചെയ്യത്തില്ല. ഓക്കെ, ഒരു മിനിറ്റ് മോനെ, ഇത് കണ്ടോടാ, this kind of image you will get. I think there is some lag in the video. Okay, so this is what you get, okay, in blood agar. Next guys, in mcconkey agar. See, mcconkey agar nathu usually ഞാൻ പറഞ്ഞു
ഈ ഷിജല്ല, they are non-lactose fermenters. എന്താ മോനെ? non-lactose. ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യത്തില്ല. അപ്പം ഫെർമെന്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മക്കോങ്കി അഗാറിനകത്ത് there is lactose. ആ ഷുഗർ ഉണ്ട്, ലാക്ടോസ് എന്ന് പറഞ്ഞ ഷുഗർ ഉണ്ട്. അപ്പൊ ഈ ഷിജല നിങ്ങൾ മക്കോങ്കി അഗാറിനകത്ത് വളർത്തിയാൽ നിങ്ങൾക്ക് കളർ എന്തെങ്കിലും കിട്ടുമോ? ഇല്ല, ഫെർമെന്റേഷൻ നടക്കത്തില്ല. അപ്പൊ യു വിൽ ഗെറ്റ് കളർലെസ്. കണ്ടോ, ഒരു കളറും കിട്ടത്തില്ല. ബിക്കോസ് ദേ ആർ non-lactose fermenters എക്സെപ്റ്റ് ഷിജല്ല സോനി. എക്സെപ്റ്റ് ഷിജല്ല സോനി. സോനി എന്താണ്? ഇതൊരു ലേറ്റ് ഫെർമെന്റർ ആണ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മക്കോങ്കി അഗറിനെ അത് ഫെർമെന്റ് ചെയ്യും. ഇറ്റ് വിൽ ഫെർമെന്റ് ഇറ്റ്. ഓക്കെ, ആൻഡ് ദെൻ യു ഗെറ്റ് ദ പിങ്ക് കോളനീസ്. Okay, so in Meconium agar, if the organism ferments it, what you're going to get is pale colonies. ആ അഗാറിനെ ഫെർമെന്റ് ചെയ്തില്ലെങ്കിൽ what you're going to get is colorless appearance. Okay, so എല്ലാ ഷിജല്ല സ്പീഷീസും എന്താണ്? they are non-lactose fermenters. അതുകൊണ്ടാണ് നിങ്ങൾ മക്കോങ്കി അഗാർ എടുത്ത് നോക്കിയാൽ എന്ത് പറ്റും? you don't see any change, it's going to be colorless. പക്ഷേ ഷിജല്ല സോണി ഒരു ലേറ്റ് ഫെർമെന്റർ ആണ്, ലേറ്റ് ലാക്ടോസ് ഫെർമെന്റർ ആണ്, which means after some time നിങ്ങൾക്ക് ഒരു പിങ്ക് കളർ കാണാൻ പറ്റും if the organism is what? ഷിജല്ല സോണി. ഓക്കെ, അപ്പോൾ ഇതാണ് മക്കളെ, that is your മക്കോങ്കി agar. Okay, so there's no color change. All right, next one. Yes, next one, what are the, ഇത് important ആണ് for your theory purpose, is very important. ഷിജല്ലയുടെ സെലക്റ്റീവ് മീഡിയം എന്താണ്? എൻറിച്ച്മെന്റ് ബ്രോത്തിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സോ 2 പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക നിങ്ങളുടെ എക്സാമിന്. ഓക്കെ, ദാറ്റ്സ് എനഫ്. സോ സെലക്റ്റീവ് മീഡിയം എന്ന് വെച്ചാൽ ഇറ്റ് വിൽ അലൗ എ പെർട്ടിക്കുലർ ഓർഗാനിസം ടു ഗ്രോ. മറ്റുള്ള ഇപ്പൊ എനിക്ക് ഷിജല്ല ആണോ ഒരു സാമ്പിളിനകത്ത് എനിക്ക് ഷിജല്ല ആണോ എന്ന് അറിയണം. അപ്പോൾ എനിക്ക് ഷിജല്ല ആണെങ്കിൽ മാത്രം ഗ്രോത്ത് കിട്ടിയാൽ മതി. ബാക്കി ഓർഗാനിസംസ് ആണെങ്കിൽ എനിക്കത് അറിയണ്ട. ബാക്കി ഓർഗാനിസംസ് ആണെങ്കിൽ എനിക്കത് വളരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ട. I need only a medium for Shigella or for a specific organism. Okay, so അതിനെയാണ് നമ്മൾ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുക. എന്ന് വെച്ചാൽ ഒരു ഓർഗാനിസത്തിന് വേണ്ടി മാത്രം അത് സെലക്റ്റീവ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മീഡിയ ആണ്. ഓക്കെ, സെയിം തിങ് എൻറിച്ച്മെന്റ് ബ്രോത്ത് ഓൾസോ സെയിം തിങ്, അതും സെലക്റ്റീവ് മീഡിയ ആണ്. ഓക്കെ, ഇറ്റ് അലൗസ് ഓൺലി എ പെർട്ടിക്കുലർ ഓർഗാനിസം ടു ഗ്രോ. ഓക്കെ, ഓരോ ഓർഗാനിസത്തിനും നമുക്ക് അതിൻ്റെതായ സെലക്റ്റീവ് മീഡിയാസ് ഉണ്ട്. അപ്പോൾ എൻറിച്ച്മെന്റ് ബ്രോത്തും എന്താണ്? സെലക്റ്റീവ് മീഡിയ ആണ്. ഓക്കെ, ഓക്കെ മോനെ. ബട്ട് ബ്രോത്ത് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടത് ഇറ്റ്സ് ലൈക്ക് സെമി ലിക്വിഡ് മീഡിയം ആയിരിക്കും അത്. ഓക്കെ, സോ ഇനി സെലക്റ്റീവ് മീഡിയത്തിന്റെ 2 എക്സാമ്പിൾ. ഇത് കുറച്ച് ടഫാണ് ഈ ഭാഗം കേട്ടോ, ഈ സ്ലൈഡ് മാത്രം, ബാക്കിയെല്ലാം ഈസിയാണ്. അപ്പോൾ ഇത് കാണാപ്പാടം പഠിക്കുക. ഓക്കെ, ഡിയോക്സികോലേറ്റ് സിട്രേറ്റ് അഗാർ. ഓക്കെ, അതിന് DCA എന്ന് ഷോർട്ട് ഫോമിൽ പറയും. ഇപ്പം നിങ്ങൾക്ക് ഈ വലിയ സംഭവം ഓർത്തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആൻസർ ഷീറ്റിൽ എന്ത് എഴുതണോടാ? DCA എന്നെങ്കിലും എഴുതി വെക്കണം കേട്ടോ. പിന്നെ അടുത്ത സെലക്റ്റീവ് മീഡിയത്തിന്റെ എക്സാമ്പിൾ ആണ് സൈലോസ് ലൈസീൻ ഡിയോക്സികോലേറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് XLD. ഓക്കെ, അറ്റ്ലീസ്റ്റ് അപ്പോൾ DCA ആൻഡ് XLD ആൻസർ ഷീറ്റിൽ എഴുതണം. ഓൾറൈറ്റ്, ആൻഡ് എൻറിച്ച്മെന്റ് ബ്രോത്തിന്റെ 2 എക്സാമ്പിൾസ് ആണ് മോനെ, സെലനൈറ്റ് F ബ്രോത്ത് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബ്രോത്ത്. ഓക്കെ, ദിസ് സ്ലൈഡ് ഇസ് ടു മഗ് അപ്പ്. ഓക്കെ, നെക്സ്റ്റ് മക്കളെ, see here, this is your DCA. What is DCA? Deoxycholate citrate agar. Okay, so just see here in DCA Shigella എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്? Can you see these yellow colonies here? Yellow colonies കാണാൻ പറ്റുന്നുണ്ടോ? So this is Shigella. അപ്പോൾ DCAയിൽ നിങ്ങളൊരു സാമ്പിൾ സ്ട്രീക്ക് ചെയ്തു, അതിനകത്ത് നിങ്ങൾക്ക് യെല്ലോ കോളനീസ് ആണ് കിട്ടുന്നത് എങ്കിൽ you must think that this is Shigella. Okay, XLD മീഡിയത്തിനകത്ത് okay, what you get is red colonies. എന്താ മോനെ? this is very important. XLD മീഡിയത്തിനകത്ത് നിങ്ങൾ സാമ്പിൾ സ്ട്രീക്ക് ചെയ്യാന്ന് വെച്ചോ, ഷിജല്ല ആണെങ്കിൽ what you gonna get is red colonies. അതാണ് മോനെ, you look here, what you gonna get is red colonies. പക്ഷേ ഇവിടെ ഒരു there's one thing that you ought to remember. ഷിജല്ലയുടെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്ന വേറൊരു ഓർഗാനിസം ഉണ്ട്, സാൽമോണെല്ല എന്ന് പറയും. Basically miss when I take class on salmonella, I'll tell it more about it. Shigella, salmonella cousin sisters ആണ്. എന്ന് വെച്ചാൽ അവർക്കെല്ലാം ബേസിക്കലി എല്ലാ ഫീച്ചേഴ്സും ഒന്നാണ്. സോ സാൽമോണെല്ല ഞാൻ XLD-നകത്ത് വളർത്തിയാൽ ഇവിടെയും എനിക്ക് റെഡ് കോളനീസ് ആയിരിക്കും കിട്ടുക. മക്കളെ ഒരു മിനിറ്റ്, what I'm going to get is red colonies. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, അതിൻ്റെ അകത്തൊരു ബ്ലാക്ക് സെന്റർ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കാണുവാണെങ്കിൽ you must think about salmonella. black dot അകത്ത് കാണുവാണെങ്കിൽ think about salmonella. I'm talking about XLD മീഡിയത്തിനകത്ത് if you get red colonies it is Shigella.
പക്ഷെ റെഡ് ഡോട്ടിൻ്റെ ഒരു റെഡ് കോളനിയുടെ അകത്ത് ഒരു ബ്ലാക്ക് ഡോട്ട് കാണുവാണെങ്കിൽ യു മസ്റ്റ് തിങ്ക് അബൌട്ട് സാൽമോണല്ല. യു സീ ഹിയർ, ഇതാണ് സംഭവം സാൽമോണല്ല. കണ്ടോ, ഇത് അത്ര ക്ലിയർ അല്ല ആക്ച്വലി. പുറത്തതായി ആക്ച്വലി ഇങ്ങനെ റെഡ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് ഡോട്ടും ഉണ്ട്. സോ ദാറ്റ്സ് സാൽമോണല്ല കേട്ടോ. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ഇനി ബയോകെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഏത് ഓർഗാനിസംസും അതിൻ്റെ ബയോകെമിക്കൽ റിയാക്ഷൻസ് ഒരു 2-3 പോയിന്റ്സ് എഴുതണം when it comes to your theory exams. Okay, so Shigella, they are catalase positive ആണ്, okay, and they are oxidase negative. So what do you mean by this? See catalase, oxidase ഇതൊക്കെ എൻസൈംസ് ആണ്. സോ ഒരു ഓർഗാനിസം ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് എന്ന് പറയും. ഓർഗാനിസംസ് ഈ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് എന്ന് പറയും. അപ്പോൾ ഷിജല്ല കാറ്റലേസ് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ കാറ്റലേസ് എന്ന് പറയുന്ന എൻസൈം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എക്സെപ്റ്റ് ഷിജല്ല ഡിസെൻട്രി സീറോടൈപ്പ് 1. ഈ ഷിജല്ല ഡിസെൻട്രി സീറോടൈപ്പ് 1 ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് കാറ്റലേസ്. പക്ഷെ ബാക്കി എല്ലാ ടൈപ്സും കാറ്റലേസ് എന്ന് പറഞ്ഞ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. വാട്ട് അബൌട്ട് ഓക്സിഡേസ്? ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം ഷിജല്ല സ്പീഷീസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് മിസ് എഴുതിയേക്കുന്നത് ഇറ്റ് ഇസ് ഓക്സിഡേസ് നെഗറ്റീവ്. ഓക്കെ, and we have this ICUT test that also just mug it up. Okay, അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട നിങ്ങൾക്ക്. just write ICUT test എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻഡോൾ ടെസ്റ്റ്, സിട്രേറ്റ് ടെസ്റ്റ്, യൂറിയസ് ടെസ്റ്റ് ഇതെല്ലാം നെഗറ്റീവ് ആണ് when it comes to ഷിജല്ല. just write just one point, don't go into detail. okay, അതിൻ്റെ ആവശ്യമില്ല. ICUT ടെസ്റ്റ് എല്ലാം നെഗറ്റീവ് ആണ് ഫോർ ഷിജല്ല എന്ന് ഓർത്തിരിക്കുക. okay, at least remember it is catalase positive, okay, and oxidase negative. Okay, fine, that's not needed man. Now next is how it gets multiplied in the body. ഷിജല്ല നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്താൽ എങ്ങനെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക? സോ ബേസിക്കലി ഗൈസ്, ഷിജല്ല എന്ന് പറഞ്ഞ ഓർഗാനിസം ബാക്ടീരിയ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിൽ കൂടെയാണ് നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുക. നമ്മുടെ മൗത്തിൽ കൂടെ കയറി ഈസോഫേഗസിൽ കൂടെ ട്രാവൽ ചെയ്ത് സ്റ്റൊമക്കിലെത്തി ഇൻറ്റസ്റ്റൈൻസിലാണ് ഇതിൻ്റെ പരിപാടി എല്ലാം നടക്കുക. ഓക്കെ, അപ്പോൾ ഇൻറ്റസ്റ്റൈൻസിനെയാണ് ഇത് ബാധിക്കുക മോസ്റ്റ്ലി ഷിജല്ല. സോ എങ്ങനെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക നമ്മുടെ ബോഡീൻ്റെ അകത്ത് ചെന്നാൽ? സോ ബേസിക്കലി 3 രീതിയിൽ കൂടെയാണ് ഇതിൻ്റെ സ്പ്രെഡ് നടക്കുക. ഫസ്റ്റ് ഇസ് ഇൻവേസിവ്നെസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു ഇൻറ്റസ്റ്റൈൻ മക്കളെ ഇവിടെ വരയ്ക്കട്ടെ. മിസ് ഇവിടെ ഒരു ലാർജ് ഇൻറ്റസ്റ്റൈൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇപ്പം ഷിജല്ല ഇവിടെ കയറി എന്ന് വെച്ചോ, ഇവിടെ കയറി ഇതെന്താണെന്ന് അറിയടാ, അകത്തോട്ട് കയറി ചെല്ലും. ഓക്കെ, സോ വളരെ ഇൻവേസീവ് ആണ്, ഡെപ്ത് അകത്തോട്ട് ചെല്ലും ഡെപ്ത് ആയിട്ട്. ഓക്കെ, അതാണ് ഇൻവേസിവ്നെസ്. സെക്കൻഡ് ഇസ് സെൽ ടു സെൽ സ്പ്രെഡ്. ഓക്കെ, ഇപ്പം ഇവിടെ ഒരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടും പോവും എല്ലായിടത്തും ഈ ബാക്ടീരിയ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്യും. അതാണ് സെൽ ടു സെൽ സ്പ്രെഡ്. മൂന്നാമത് സ്പ്രെഡ് ചെയ്യുന്ന വെച്ചാൽ ടോക്സിൻ വഴിയാണ്. ഷിജല്ലേൻ്റെ അകത്ത് 2 തരം ടോക്സിൻസ് ഉണ്ട്, എക്സോടോക്സിൻസും എൻഡോടോക്സിൻസും. 2 തരം ടോക്സിൻസ് ഉണ്ട്. അപ്പോൾ ഈ ടോക്സിൻസ് കാരണം കുറേ നമ്മുടെ ആ ഇൻഡസ്റ്റൈന് ഇറ്റ് കോസസ് ഡിസീസസ്. ഇൻഡസ്റ്റൈന് ഹാംഫുൾ എഫക്റ്റ് ആണ് ഈ ടോക്സിൻസ് റിലീസ് ചെയ്യുമ്പോൾ. മക്കളെ, യു വിൽ ടെൽ മീ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സോടോക്സിൻ ആൻഡ് എൻഡോടോക്സിൻ? നമ്മളിപ്പോഴും വായിക്കാറില്ലേ എക്സോടോക്സിൻ, എൻഡോടോക്സിൻ? എന്താണ് സംഭവം? അങ്ങനെ ഏത് ബാക്ടീരിയ ആയാലും എല്ലാ ബാക്ടീരിയക്കും ഇല്ല, ചില ബാക്ടീരിയകളിൽ ഇതിനൊക്കെ അവരുടെ സെൽ വാളിൻ്റെ അകത്ത് ഒരു പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. അതിനെയാണ് നമ്മൾ എൻഡോടോക്സിൻ എന്ന് പറയാം. ഓക്കെ, സെൽ വാളിൻ്റെ അകത്ത്. ഈ എക്സോടോക്സിൻ എന്ന് പറഞ്ഞാൽ മോനെ നമ്മുടെ ബാക്ടീരിയൻ്റെ അകത്തല്ല, ഈ ബാക്ടീരിയ ഉണ്ടല്ലോ ഒരു സെല്ലിലേക്ക്, നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഒരു സെല്ലിലേക്ക് കയറിയാൽ, ഇപ്പം ഞാൻ ഈ ബ്ലാക്ക് ആയിട്ട് വരച്ചേക്കുന്ന ബാക്ടീരിയ ആണെന്ന് വെച്ചോ. ഓക്കെ, ഞാൻ ഈ റെഡ് ആയിട്ട് വരയ്ക്കുന്ന ഒരു ഹ്യൂമൻ സെല്ലാന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഈ എക്സോടോക്സിൻ എന്താണെന്ന് വെച്ചാൽ ദിസ് ബാക്ടീരിയൻ്റെ അകത്തുള്ള ഒരു ടോക്സിൻ ഇറ്റ് വിൽ സെൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, പുറത്തെ എൻവയോൺമെന്റിലേക്ക് അത് പുറത്തേക്ക് അയക്കും. എക്സോ മീൻസ് ഔട്ട്സൈഡ്. ഓക്കെ, ഇറ്റ് വിൽ സെൻഡ് ഇറ്റ്സ് വൺ ടോക്സിക് പ്രോട്ടീൻ ടു ദ ഔട്ട്സൈഡ് എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്തുള്ള സെൽസിലേക്ക് ഇതിങ്ങനെ അയക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എക്സോടോക്സിൻ എന്ന് പറയാം. ഓക്കെ, സോ എക്സോടോക്സിൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാക്ടീരിയ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും ഈ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലകത്ത് കയറിയാൽ ഹ്യൂമൻ സെൽസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട്. എൻഡോടോക്സിൻ എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയ ചത്ത് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയൻ്റെ അകത്തുള്ള എൻഡോടോക്സിൻസ് പുറത്തെ സെൽസിനെ ബാധിക്കാം. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി എൻഡോടോക്സിൻസും എക്സോടോക്സിൻ്റെയും ഒരു കുറേ വ്യത്യാസങ്ങളുണ്ട്, ഒരു വൺ ഓഫ് ദി ഡിഫറൻസസ്. ഓക്കെ,
സോ ഈ ഷിജല്ല ടോക്സിൻസ് വഴിയും നമ്മുടെ സെൽസിനെ ഹാം ചെയ്യാറുണ്ട്. ഇത്രയും മനസ്സിലായി. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ഇൻവേസീവ്നെസ്. ഇത് മറക്കരുത് കേട്ടോ. ദിസ് പ്രോപ്പർട്ടിയാണ് ഫുൾ ഇൻഡസ്റ്റൈനിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ഡെപ്ത് ആയിട്ട് പോകും ഈ ബാക്ടീരിയ സ്പ്രെഡിങ്. ഓക്കെ, ഫൈൻ. Also, the exotoxin produced by Shigella is called as Shiga toxin. Okay, and it's produced by Shigella dysentery type 1. Okay, so this Shiga toxin, the Shiga toxin, basically the exotoxin ആണ്. It is same as a toxin released by E. coli. നമുക്ക് E. coliയുടെ പല തരത്തിലുള്ള E. coli ഉണ്ട് മോനെ. എൻട്രോഹെമറേജിക് E. coli ഉണ്ട്. അതിന് ഈ എൻട്രോഹെമറേജിക് E. coli റിലീസ് ചെയ്യുന്ന ഒരു ടോക്സിൻ ഉണ്ട്. ഓക്കെ, ആ ടോക്സിനുമായിട്ട് ഫങ്ഷണലി ആൻഡ് സ്ട്രക്ചറലി വളരെ സിമിലർ ആണ് എന്ത്, ഈ ഷിഗ ടോക്സിൻ. ഷിഗ ടോക്സിൻ ആരാണ് റിലീസ് ചെയ്യുന്നത്? ഷിജല്ല ഡിസെൻട്രി. ഇത്രയും മനസ്സിലായോ? Once again, Shigella dysentery, Shigella dysentery ഒരു എക്സോടോക്സിൻ റിലീസ് ചെയ്യാറുണ്ട്. ഇത്രയും മനസ്സിലായോ? അതിന്റെ പേരാണ് ഷിഗ ടോക്സിൻ. ഓക്കെ, ഈ ഷിഗ ടോക്സിൻ ഇറ്റ് ലുക്സ് വെരി സിമിലർ ടു എ ടോക്സിൻ ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ EHEC, ദാറ്റ് ഇസ് എൻട്രോഹെമറേജിക് E. coli. എൻട്രോഹെമറേജിക് E. coli പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ടോക്സിനും ഈ ഷിഗ ടോക്സിനും കാണാൻ ഫങ്ഷണലി ആൻഡ് സ്ട്രക്ചറലി ഒരേപോലെയാണ്. ഓക്കെ, അപ്പൊ ഈ ടോക്സിൻസ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ മോനെ? ഇത് ഇൻഡസ്റ്റൈനിന്റെ സെൽസിന്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ആ സെൽസിനകത്തെ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ സെൽസിന് പ്രോട്ടീൻ സിന്തസിസ് നടന്നില്ലെങ്കിൽ, പ്രോട്ടീൻ പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ ആ സെൽസിന് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ ബോഡിയിൽ. അപ്പം എന്ത് പറ്റും? സെൽസ് വിൽ ഡൈ. ഓക്കെ, ഫൈൻ. അതാണ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഇൻഹിബിറ്റ്സ് പ്രോട്ടീൻ സിന്തസിസ് ബൈ ഇൻഹിബിറ്റിംഗ് 60S റൈബോസോം. റൈബോസോമിന് രണ്ട് തരമുണ്ട്, 60, 30, റൈറ്റ്? Don't go into depth. Just remember, ഷിഗ ടോക്സിൻ എങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? പ്രോട്ടീൻ സിന്തസിസ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാവാനായിട്ട് ഷിഗ ടോക്സിൻ സമ്മതിക്കില്ല. അപ്പം അങ്ങനെ പ്രോട്ടീൻ സിന്തസിസ് ഒരു സെല്ലിനകത്ത്, നമ്മുടെ സെല്ലിനകത്ത് നടന്നില്ലെങ്കിൽ നമ്മുടെ സെല്ലിന് എന്ത് പറ്റും? ഇൽ ഡൈ, റൈറ്റ്? ഓക്കെ, ആൻഡ് ഷിഗ ടോക്സിൻ പ്രൊഡ്യൂസസ് എൻഡോടോക്സിൻ ഓൾസോ. ഈ എൻഡോടോക്സിൻസ് ഇറ്റ് കോസസ് അൾസറേഷൻസ്, ഇൻഫ്ലമേഷൻ. ഓക്കെ, നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ മ്യൂക്കോസയിൽ അൾസറും കുറച്ച് തടുപ്പും ഒക്കെ ഉണ്ടാക്കാം ഈ എൻഡോടോക്സിൻസ്. ഓക്കെ, അതാണ് ലേറ്റർ ഓൺ പെർഫറേഷൻസ് ഒക്കെ ആവുന്നത്. ഇനി പാത്തോജെനസിസ്. ഈ ഷിജല്ല വളരെ കുറച്ച് എമൗണ്ട് മതി ഇത് പ്രോബ്ലം ഉണ്ടാക്കാൻ. 1 second ഗൈസ്, എന്താണ് സ്ക്രീൻ മൂവ് ചെയ്യാത്ത? സക്കായ? ഓക്കെ, അപ്പൊ ഇത് ഒരു മിനിമം ഇൻഫെക്റ്റീവ് ഡോസ് അല്ലെങ്കിൽ ഒരു സ്മോൾ ഇൻഫെക്റ്റീവ് ഡോസ് മതി നമ്മുടെ ബോഡിയിൽ ഇതിന് പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. സോ ഇതിന്റെ മിനിമം ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു 10 to 100 ബാസിലായി ഒരു ഹ്യൂമൻ ബോഡിയിൽ ചെന്നാൽ, ഷിജല്ലയുടെ 10 to 100 ബാക്ടീരിയ ഹ്യൂമൻ ബോഡിയിൽ ചെന്നാൽ പ്രോബ്ലം ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഷോർട്ട് അല്ലെങ്കിൽ ഒരു സ്മോൾ ഇൻഫെക്റ്റീവ് ഡോസ് മതി പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുക? ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ശരിയായിട്ടുള്ള വൃത്തിയുള്ള ആഹാരം കഴിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, വാട്ട് യു സേ ഇൻ മലയാളം ഫോർ കണ്ടാമിനേറ്റഡ്? ഐ ഡോണ്ട് നോ. കണ്ടാമിനേറ്റഡ് അർത്ഥം മനസ്സിലായല്ലോ. അപ്പം വൃത്തിയില്ലാത്ത ആഹാരമോ വെള്ളമോ കുടിച്ചാൽ ദിസ് ബാക്ടീരിയ എൻറ്റേഴ്സ് ദ ഹ്യൂമൻ ബോഡി. അപ്പോൾ ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ട് ഹാപ്പൻസ്, ഇത് വായിക്കൂടെ, ഈസോഫഗസിൽ കൂടെ, സ്റ്റൊമക്കിൽ കൂടെ, വേർ ഇറ്റ് റീച്ചസ് യുവർ ഇൻഡസ്റ്റൈൻ. ഓക്കെ, സോ ഇൻഡസ്റ്റൈനിൽ ചെന്ന് കഴിഞ്ഞിട്ട് will go and start affecting the intestines. Okay, നമ്മുടെ intestine, ഒരു intestine ഇവിടെ വരയ്ക്കട്ടെ. Okay, so it enters the mucosa of the intestine. Okay, intestine ഒരു കവറിങ്, നമ്മുടെ എല്ലാ ഓർഗൻ്റെ ഒരു കവറിങ് ആണ്. കവറിങ് എന്നല്ലടാ, one of the layer is mucosa. Okay, pathology പഠിക്കുമ്പോൾ you will understand there are different layers. നമ്മുടെ ഓരോ ഓർഗനും പല ലേയേഴ്സ് ഉണ്ട്. മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലാരിസ്, അങ്ങനെ സെറോസ, അങ്ങനെയുണ്ട്. സോ ഇറ്റ് ഗോസ് ആൻഡ് എഫക്ട്സ് ദ മ്യൂക്കോസ. ഓക്കെ, മ്യൂക്കോസയിൽ ചെന്ന് ഇത് ഇൻഫെക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മുടെ ബോഡിയിൽ എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ ബോഡിയുടെ ഹീറോസ് വന്നിട്ട് ആ പ്രശ്നം ഉണ്ടാക്കുന്ന ആളെ തിന്നാൻ നോക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിലെ ഹീറോസിനെ പറഞ്ഞ പേരാണ് മാക്രോഫേജസ്. ഓക്കെ, അപ്പോൾ ഇൻഡസ്റ്റൈൻ്റെ മ്യൂക്കോസിൽ വന്ന് ഇത് ഈ ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും അവിടത്തേക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് എന്ത് വരും? മാക്രോഫേജസ് നമ്മുടെ ബോഡിയിൽ നിന്ന് ആ സ്ഥലത്തേക്ക് വന്നിട്ട് ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? കഴിക്കാൻ നോക്കും. ഓക്കെ, ടു കിൽ ഇറ്റ് ബേസിക്കലി. പക്ഷേ ഈ ഷിജല്ല ഭയങ്കര സ്ട്രോങ് ബാക്ടീരിയ ആണ്. ഇറ്റ് ക്യാൻ റെസിസ്റ്റ് കില്ലിംഗ് ബൈ എ മാക്രോഫാജ്. അപ്പോൾ എന്ത് പറ്റും? അവസാനം മാക്രോഫാജ് അതിനെ അങ്ങ് പുറത്തേക്ക് വിടും. ഓക്കെ, ദേ ആർ റിലീസ്ഡ്. അപ്പം അഗൈൻ വെൻ ദിസ്, സി വൺസ് അഗൈൻ ഗൈസ്,
intestine ഈ ബാക്ടീരിയ ചെല്ലും, it starts to affect the intestinal mucosa. Then what happens is അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി, ഓക്കെ, നമ്മുടെ ബോഡിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റമാണ് മാക്രോഫേജസ് എന്ന് പറഞ്ഞ സെൽസ്, ഓക്കെ, ഇമ്മ്യൂൺ സെൽസ് ആണ്. അത് വന്നിട്ട് ഈ ബാക്ടീരിയനെ കൊല്ലാൻ നോക്കും, ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ എൻഗൾഫ്, തിന്നാൻ നോക്കും. ഈ മാക്രോഫേജസ് ബാക്ടീരിയനെ തിന്നാൻ നോക്കും. പക്ഷേ ഈ ബാക്ടീരിയ ഭയങ്കര സ്ട്രോങ് ആണ്, ചാവത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ മാക്രോഫേജസ് അതിനെ പുറത്തേക്ക് വിടും. ജസ്റ്റ് ഓപ്പൺ ഇറ്റ്സ് മൗത്ത് ആൻഡ് ലീവ് ദ ബാസിലൈ ഔട്ട്സൈഡ്. അപ്പോൾ അങ്ങനെ കുറേ ബാക്ടീരിയ പുറത്തേക്ക് മ്യൂക്കോസിലേക്ക് പിന്നെയും ചെല്ലുമ്പോഴത്തേക്കും there's gonna be inflammation. എവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലും എന്തുണ്ടാവും, സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞൊരു മെസ്സഞ്ചർ, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അവിടെ കൂടും. അപ്പോൾ സൈറ്റോകൈൻസ് കൂടിയാൽ അഗെയിൻ ഇൻഫ്ലമേഷൻ കൂടും, ഓക്കെ, അൾസേഴ്സ് ഉണ്ടാവും, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതാണ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബാക്ടീരിയ അങ്ങനെ പിന്നെ മ്യൂക്കോസിലേക്ക് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും there's gonna be a cytokine increase and finally it leads to a condition called as colitis. Colitis എന്താണ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ കോളൻ. ഓക്കെ, സിമ്പിൾ. അപ്പം ഷിജല്ല ഉള്ള ആള്, ഇറ്റ്സ് എ പ്രിറ്റി ലെങ്തി ക്ലാസ് അല്ലേ മോനെ? സോ സിംറ്റംസ്, ഇറ്റ്സ് ഗോണ എൻഡ് സൂൺ, ഇറ്റ്സ് ഓവർ ആക്ച്വലി, കഴിഞ്ഞു. സോ സിംറ്റംസ് എന്തൊക്കെയാണ്? ഇത് നമ്മുടെ ഗട്ടിലാണ് എഫക്ട് ചെയ്യുക ഒബ്വിയസ്ലി. അപ്പം ഗട്ട് റിലേറ്റഡ് സിംറ്റംസ് എല്ലാം നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുക. ഡയറിയ, അബ്ഡോമിനൽ പെയിൻ, അനോറെക്സിയ എന്ന് വെച്ചാൽ എന്താ മക്കളെ? കഴിക്കാൻ തോന്നിക്കില്ല, ഓക്കെ, ബിക്കോസ് ഡൈജഷൻ അവർക്ക് പ്രോപ്പർ ആവില്ല. ഈ ബാക്ടീരിയ ചെന്ന് ഇൻഡസ്റ്റൈനെ ഫുൾ എഫക്ട് ചെയ്യല്ലേ, ശരിക്കും അവർക്ക് ഡൈജഷൻ പ്രോപ്പർ ആയിരിക്കില്ലേ, അതുകൊണ്ട് തന്നെ അനോറെക്സിയ ഉണ്ടാവാം, ഓക്കെ, വോമിറ്റിംഗ് ഉണ്ടാവും, ആൻഡ് ഇനീഷ്യലി ഡയറിയ ഉണ്ടാവും, ബട്ട് ലേറ്റർ ഓൺ ദേ ബിക്കം വെരി ബ്ലഡി, ഓക്കെ, ബ്ലഡി സ്റ്റൂൾസ്, അതാണ് ഡിസെൻട്രി എന്ന് പറയാം. കോംപ്ലിക്കേഷൻസ് എന്താണ്? അപ്പം ഇൻഡസ്റ്റൈനൽ കോംപ്ലിക്കേഷൻസ് ആണ് മെയിൻലി, ലൈക്ക് ഈ അൾസേഴ്സ് ഒക്കെ പിന്നെ പെർഫറേഷൻസ് ആയിട്ട് മാറാം, റൈറ്റ്. ആൻഡ് ഇവർക്ക് ഈ ടെനിസ്മസ് എന്ന് പറഞ്ഞൊരു സിംറ്റം ഉണ്ടാവാറുണ്ട്. ടെനിസ്മസ് എന്ന് വെച്ചാൽ മോനെ ദ ഏർജ് ടു ഗോ എന്ന് വെച്ചാൽ ഇപ്പം ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു ഏർജൻസി, ഈ ഡെഫിക്കേഷൻ ഉള്ളൊരു ഏർജൻസി. അപ്പം അങ്ങനെയുള്ളത് കാരണം ഒരു ലോങ് ടേം കോംപ്ലിക്കേഷൻ ആയിട്ട് അവർക്ക് റെക്ടൽ പ്രൊലാപ്സ് ഉണ്ടാവാറുണ്ട്, ഓക്കെ. പിന്നെ അവർക്ക് മെറ്റാബോളിക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. കാരണം ദിസ് ഗോൺ ബി ഡയറിയ ഉള്ളപ്പോൾ എന്ത് പറ്റും മോനെ? ഡീഹൈഡ്രേഷൻ ഉണ്ടാവും അല്ലേ, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും എന്ന് വെച്ചാൽ വെള്ളം ബോഡിയിൽ നിന്ന് കുറേ പോകും. അപ്പം വെള്ളം മാത്രമല്ല, സോൾട്ടും ഗ്ലൂക്കോസും ഒക്കെ ഒരു ഓൾട്രേഷൻ വരും, ഓക്കെ. അപ്പോൾ അവർക്ക് ഹൈപ്പോനെട്രീമിയ ഉണ്ടാവും, ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും. ബേസിക്കലി മെറ്റാബോളിക് ഓൾട്രേഷൻസ് അല്ലെങ്കിൽ മെറ്റാബോളിക് കോംപ്ലിക്കേഷൻസ് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഉണ്ടാവും, ഓക്കെ. സോ റിമെമ്പർ ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് ഹൈപ്പോനെട്രീമിയ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ റിമെമ്പർ ഗൈസ്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വളരെ ഡിസോറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് നമ്മുടെ സർ വിചാരിച്ചു ദാറ്റ് ഇറ്റ് കുഡ് ബി ആൽക്കഹോളിക്, ഭയങ്കര ഡിസോറിയൻറ്റഡ്, പക്ഷേ ദർ ഇസ് നോ ആൽക്കഹോൾ ഹിസ്റ്ററി. അപ്പം ദെൻ വി ചെക്ക്ഡ് ഹിസ് ഇതേപോലെ മെറ്റാബോളിക് റിയാക്ഷൻസ്, ഹൈപ്പോനെട്രീമിയ ഉണ്ടോ നോക്കി, സോഡിയം ലെവൽ നോക്കി, ആൻഡ് ഇറ്റ് വാസ് ടു ലോ. നമ്മൾ സോഡിയം കൊടുത്തു കഴിഞ്ഞ് ഇൻ ലൈക്ക് സേ ഹാഫ് ആൻ അവർ ടു 1 hour ഇറ്റ് ബിക്കെയിം ബാക്ക് ടു സെൻസസ്, ബാക്ക് ടു നോർമൽ. അപ്പം സോഡിയം ലെവൽ നമ്മുടെ ബോഡിയിൽ കുറഞ്ഞാൽ ദിസ് ഗോണ ബി ഒരു ഓൾട്ടേർഡ് സെൻസോറിയം, ഓക്കെ. സോ സച്ച് എ പേഴ്സൺ, ഇവർക്ക് ഹൈപ്പോനെട്രീമിയ ഉണ്ട്, ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ട്, ആൻഡ് ദേ ആർ ഗോയിങ് ടു ഹാവ് ഇത് കാരണം അവരുടെ ഇറ്റ് എഫക്ട്സ് ദെയർ ബ്രെയിൻ, ഓക്കെ. ആൻഡ് ദിസ് കോസസ് വാട്ട് ഗൈസ്? സെറിബ്രൽ എഡേമ. ഈ മെറ്റബോളിക് കോംപ്ലിക്കേഷൻസ് കാരണം there's gonna be cerebral edema, ഓക്കെ. ഈ സെറിബ്രൽ എഡേമേന്റെ വേറെ പേരാണ്, ഓക്കെ, എന്ത്? എക്രി സിൻഡ്രം. എന്താ പറഞ്ഞാൽ? എക്രി സിൻഡ്രം, ഓക്കെ. ഉടനെ ഇവർക്ക് ഈ തലച്ചോറെ ബാധിക്കുന്നതുകൊണ്ട് അവർക്ക് സീഷേഴ്സ് ഉണ്ടാവാം, ഡിമെൻഷ്യ ഉണ്ടാവാം, ഓക്കെ. ആൻഡ് ദിസ് പാർട്ട് ദാറ്റ് വാട്ട് ഐ ഹാവ് റിട്ടൺ ഇസ് ഈ HLA-B27 പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ, ഓക്കെ, ഇങ്ങനത്തെ ആൾക്കാരിൽ ഷിജല്ല പിടിപെട്ടാൽ കോംപ്ലിക്കേഷൻ ആയിട്ട് ഇങ്ങനത്തെ ആൾക്കാരിൽ പിന്നെ ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ ബോൺ ജോയിന്റ് പ്രോബ്ലം, യുറിത്രൈറ്റിസ് എന്ന് വെച്ചാൽ ഈ മൂത്രം ഒഴിക്കുമ്പോൾ ബുദ്ധിമുട്ട്, യുറിത്രൈറ്റിസ്, പിന്നെ ഒക്യുലർ കോംപ്ലിക്കേഷൻസ്, യൂവിഐറ്റിസ്, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ ഇതിനൊക്കെ കണ്ടുവരാറുണ്ട്. എല്ലാവരിലും അല്ല, HLA-B27 എന്ന് പറയുന്ന ഒരു സംഭവം പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രം കോംപ്ലിക്കേഷൻ ആയിട്ട് അവർക്ക് ഈ ജോയിന്റ് പെയിന്, യുറിത്രൈറ്റിസ്, ഒക്യുലർ കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്, കേട്ടോ. ഓക്കെ. ഇനി ലാബ് ഡയഗ്നോസിസ് സി. ഈ ഓർഗാനിസം എവിടെയാണ് എഫക്ട് ചെയ്യുന്നത്? നമ്മുടെ ഇൻഡസ്റ്റൈനിൽ. സോ ഒബ്വിയസ്ലി അവരുടെ സ്റ്റൂൾ കളക്ട് ചെയ്താൽ അവർ പാസ് ചെയ്യുന്ന സ്റ്റൂളിലും ഈ ഓർഗാനിസം എന്തായാലും പുറത്തേക്ക് വരും അല്ലേ. അപ്പോൾ അവരുടെ സ്റ്റൂൾ നമ്മൾ എക്സാമിൻ ചെയ്യുക, അതാണ് മിസ് എഴുതിയിരിക്കുന്നത് സ്പെസിമെൻ സ്റ്റൂൾ, ഓക്കെ. ആൻഡ് എനിക്കിപ്പോൾ ഞാനൊരു പ്രൈമറി സെറ്റപ്പിലാണ് ആ സ്റ്റൂൾ കളക്ട് ചെയ്തെന്ന് വെച്ചാൽ, ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ. അപ്പോൾ എനിക്ക് അവിടെ അത് നോക്കാൻ മൈക്രോസ്കോപ്പിക് കൾച്ചർ ഒന്നും ചെയ്യാനായിട്ടൊരു സംവിധാനം അവിടെ ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ആ സ്റ്റൂൾ സാമ്പിൾ അയക്കണം. അപ്പോൾ അത് അയക്കുന്നത് നമ്മളൊരു ട്രാൻസ്പോർട്ട് മീഡിയയിൽ ഇട്ടിട്ടാണ്. ട്രാൻസ്പോർട്ട് മീഡിയ എന്താ മക്കളെ? ഇസ് യുവർ വൈവ ക്വസ്റ്റ്യൻ, ഓക്കെ. The transport media for Shigella is sacs buffered glycerol saline. Sacs buffered glycerol saline. 2-3 വട്ടം വായിക്കുമ്പോൾ ഓർത്തിരിക്കും, ഓക്കെ.
പിന്നെ ഇപ്പം നമ്മൾ സ്റ്റൂള് കളക്ട് ചെയ്യുക, അതിനകത്ത് നമുക്ക് മൈക്രോസ്കോപ്പി ചെയ്യാം. മൈക്രോസ്കോപ്പി കൂടെ നോക്കാം ഈ ബാക്ടീരിയ ഉണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ ഈ സ്പെസിമെൻ വെച്ച് നമുക്ക് കൾച്ചർ ചെയ്യാം. മിസ് പഠിപ്പിച്ചിരുന്നില്ലായിരുന്നു കൾച്ചർ മീഡിയനെ പറ്റി. കൾച്ചർ ചെയ്യാം, ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. സോ ദാറ്റ്സ് ഹൗ യു ഡയഗ്നോസ് ഇറ്റ്. ഓക്കെ മകളെ, ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. സോ ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് കൊടുക്കും? ആന്റിബയോട്ടിക് കൊടുക്കും. സോ ദിസ് ഇസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മോനെ. സിപ്രോഫ്ലോക്സാസിൻ ഇസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ ഷിജല്ല. ഓക്കെ ആൻഡ് ഓൾസോ ഇങ്ങനത്തെ ആൾക്കാരിൽ ഇതുണ്ടാവും മക്കളെ, ഡീഹൈഡ്രേഷൻ ഉണ്ടോ എന്ന് മിസ് പറഞ്ഞില്ലേ? അപ്പം യു ഹാവ് ടു ഗിവ് ORS. ORS എന്താണ്? ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ഓക്കെ ORS കൊടുക്കുക. അവരുടെ മെറ്റബോളിക് കംപ്ലയിൻസ് ഇല്ലേ, ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പോനൈട്രീമിയ എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്ലൂക്കോസ് കുറയുന്നത്, സോഡിയം കുറയുന്നത്, ഇതൊക്കെ കറക്റ്റ് ചെയ്യാം. സോ ഈ സിപ്രോഫ്ലോക്സാസിൻ മറക്കരുത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അപ്പം ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. യാ let's call it a day. Okay and you guys had requested for some other videos also. I'll make and put it soon. God bless you all. Bye bye.